തൊണ്ടിമുതലും ദൃക്സാക്ഷ്യം എന്ന സിനിമ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. ആ സിനിമയ്ക്ക് സമാനമായ ഒരു സാഹചര്യത്തിലൂടെ നിലമ്പൂർ പോലീസ് കടന്നുപോകുന്നത്. മലപ്പുറം നിലമ്പൂരിൽ ചികിത്സയ്ക്കെത്തിയ കുട്ടിയുടെ മാല മോഷ്ടിച്ച് വിഴുങ്ങിയ യുവതി പിടിയിലായിട്ടുണ്ട്. മുക്കട്ട സ്വദേശി സെമീനയാണ് പിടിയിലായത്. ആള് പിടിയിലായെങ്കിലും വയറ്റിനുള്ളിലുള്ള സ്വർണ്ണമാല കിട്ടാത്തതിനെ തുടർന്ന് യുവതിയെ പ്രത്യേക മുറിയിലാക്കി നിരീക്ഷിക്കുകയാണ് പോലീസ്. ദിവസം 3 തൊണ്ടിമുതൽ കാത്ത് പോലീസ് ആശുപത്രിയിൽ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. മലപ്പുറത്തുനിന്ന് ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ 3 ഗ്രാം സ്വർണത്തിന്റെ മോഷണമാണ് നടന്നിരിക്കുന്നത്. മോഷണമാണ്, അതിൽ കാത്തിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഗതികേടൊക്കെ ഈ വിഷയത്തിൽ തെളിവാവുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 10-ാം തീയതി രാത്രി 10 മണിയോടെയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ റോഡിലുള്ള ഒരു സ്വകാര്യ ക്ലിനിക്കിൽ പുളിക്കലോടി സ്വദേശികളായിട്ടുള്ള ദമ്പതികൾ തങ്ങളുടെ മകളുമായി ചികിത്സയ്ക്കെത്തുന്നത്. ആ സമയത്ത് തന്നെ മുക്കട്ട സ്വദേശിയായിട്ടുള്ള ഒരു യുവതിയും അവിടെ ചികിത്സയ്ക്കെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഊഴത്തിനായി ഈ ദമ്പതികൾ തൻ്റെ മകളുടെ ചികിത്സക്കായുള്ള ഊഴത്തിനായി ദമ്പതികൾ കാത്തിരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ ഈ പറയുന്ന മുക്കട്ട സ്വദേശിയായിട്ടുള്ള യുവതി എടുത്ത് കളിക്കുന്നുണ്ട്. ആ കുട്ടിയുമായി സല്ലാപങ്ങളൊക്കെ നടത്തുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കഴുത്തിലുണ്ടായിരുന്ന 3.5 പവന്റെ സ്വർണ്ണമാല കാണാതായത്. ആ സമയത്ത് തന്നെ ഈ ദമ്പതികളും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ യുവതിയുമായി കുട്ടി കളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അത്തരത്തിലൊരു സംശയം ഉന്നയിക്കുകയായിരുന്നു. പോലീസ് വരുന്നു എന്ന് മനസ്സിലാക്കിയ യുവതി സ്വർണം വിഴുങ്ങി. വിഴുങ്ങിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു അനിശ്ചിതത്വത്തിലേക്ക് നയിച്ചത്. ഈ സംശയത്തെ തുടർന്ന് യുവതിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് വിഴുങ്ങിയതായി സമ്മതിച്ചിട്ടുണ്ട്. സ്കാനിംഗ് നടത്തിയ സമയത്ത് യുവതിയുടെ വയറിനകത്ത് ഈ പറഞ്ഞതുപോലെ സ്വർണത്തിൻ്റെതിന് സമാനമായിട്ടുള്ള ഒരു പദാർത്ഥം കാണുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ യുവതി അത് സ്വർണ്ണമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എനിമയൊക്കെ നൽകിയതിനു ശേഷം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം ഈ പറയുന്ന സ്വർണം കിട്ടാൻ ആവശ്യമായിട്ട് നടപടികൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് ലഭിക്കാതെ വന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും പോലീസ് 6 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. കാരണം യുവതി സമ്മതിച്ചിട്ടുണ്ട്. യുവതിയുടെ വയറ്റിൽ ഈ പറഞ്ഞതുപോലെ 3.5 ഗ്രാമിന്റെ സ്വർണവുമുണ്ട്. പക്ഷേ പോലീസിന്റെ ഗതികേട് എന്ന് പറയുന്നത്. കാരണം 6 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം യുവതിയെ പോലീസ് സ്റ്റേഷനകത്ത് തന്നെയുള്ള പ്രത്യേക മുറിയിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇത് ഈ പറയുന്ന സ്വർണം പുറത്തു വരുന്നതുവരെയുള്ള അവർ കാത്തിരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തി ഈ സ്വർണം കിട്ടാനുള്ള കാത്തിരിപ്പിനാണ് അവർ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഇതിലെ ഈ പോലീസുകാരുടെ ഗതികേട് എന്ന് പറയുന്നത്. ഈ മോഷണത്തെ തുടർന്ന് യുവതി ആദ്യം കുറ്റം സമ്മതിക്കാൻ വൈകിയെങ്കിലും പിന്നീടുള്ള ചോദ്യം ചെയ്തതിൽ ആ യുവതി സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സ്വർണം കിട്ടാതെ ഈ കാത്തിരിപ്പ് അവസാനിക്കുകയില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും മറ്റൊരു ഗൗരവമുള്ള വിഷയം. വല്ലാത്ത പെടലാണ് പോലീസ് പെട്ടത്. 3 ദിവസം ഒരു മാലയ്ക്കായി പോലീസ് കാത്തിരിപ്പാണ്. തൊണ്ടി വരുമെന്ന പ്രതീക്ഷയിൽ ആ കാത്തിരിപ്പ് തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.